ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിച്ചു പോയിട്ട് നമ്മുടെ അവർണികയുടെ അടുത്ത് സംസാരിക്കുകയാണ്. കാരണം ആരാണ് ഗോവിന്ദ് സാറിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർണിക പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരർത്ഥം മാത്രമല്ല. കിച്ചു എന്തിനാ റോങ് ആയിട്ട് ചിന്തിക്കുന്നത്? മുൻപൊരിക്കൽ ഗീതാഞ്ജലിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഞാൻ പോയി ചോദിച്ചിട്ട് ഞാൻ ആകെ മൊത്തം നാറി. ആകെ അവിടെ വന്ന കൂട്ടത്തിൽ ഗീതാഞ്ജലിയുടെ അച്ഛന് മാത്രമേ കിച്ചുവിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. കിച്ചു നല്ല ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റാഫാണെന്നൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം കിഷോർ ഇങ്ങനെ ഒന്ന് പൊങ്ങുകയാണ്. അപ്പോഴേക്കും അവർണിക പറയുന്നുണ്ട്, അങ്ങനെ അയാൾ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ഡാഡിയുടെ മുമ്പിൽ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഉള്ള വിലയും കൂടെ പോയി കിട്ടി. അപ്പോൾ കിഷോർ ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി? അപ്പം പറയാണ്, ഗോവിന്ദ് സാറിൻ്റെ അച്ഛനെ ഈ കടക്കണിയിലൊക്കെ ആക്കി ചതിച്ചിട്ട് അതായത് പിന്നിൽ നിന്ന് ചതിച്ചിട്ട് കൊന്നു കളഞ്ഞത്, മരണത്തിനിടയാക്കിയത് അയാളാണെന്നാണ് ഡാഡി പറയുന്നത്. ഭദ്രൻ ആരെക്കുറിച്ചെങ്കിലും നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ അയാൾ മഹാ കുഴപ്പക്കാരനായിരിക്കും എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. പെട്ടെന്ന് കിഷോർ ആകെ ഒന്ന് ചമ്മാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പറയും, അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തരുത്, അത് തെറ്റിപ്പോവും. അപ്പം അവർണിക പറയും, കിച്ചു പറഞ്ഞത് ശരിയാ, ഒറ്റ നോട്ടത്തിൽ നിന്നെ വിലയിരുത്തിയതിൻ്റെതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ കിഷോർ ഒന്നുകൂടി ഷോക്കാവുകയാണ്. അപ്പം അവർണിക താക്കീത് പോലെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഗീതാഞ്ജലിയുടെ അച്ഛനുമായി കിച്ചുവിന് യാതൊരു കോണ്ടാക്റ്റും വേണ്ട, അയാൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കാൻ പോലും പോവണ്ട, മനസ്സിലായല്ലോ? അവർണികയ്ക്ക് മുൻപിൽ ഒന്നും പറയുന്നില്ലെങ്കിലും അവർണിക അവിടുന്ന് മാറിയതിനു ശേഷം കിഷോർ കൗശലപൂർവ്വം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഭദ്രൻ, അയാളിലുള്ള ആത്മവിശ്വാസം എനിക്കൊന്നുകൂടെ കൂടി, എൻ്റെ ലക്ഷ്യം അയാളിലൂടെ എനിക്ക് സാധിക്കാൻ പറ്റും, അങ്ങനെ ഞാൻ AGMൻ്റെ ഒരു കിങ് ആയി മാറും. ഗീതു ഉറക്കം വരാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കിടക്കുകയാണ്. മിററൊക്കെ പൊട്ടിച്ചിട്ട് വന്നതാണ് ഇന്നലെ. അപ്പം ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം മനസ്സിൽ കണ്ണടക്കാൻ പറ്റുന്നില്ല, കാരണം ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിലിങ്ങനെ ഒരുപാട് തീപ്പൊരികൾ പോലെ എന്തൊക്കെയോ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഗോവിന്ദ് മുറിയിലേക്ക് വരുന്നത്. അപ്പോൾ ഗോവിന്ദിനെ കണ്ടപ്പോൾ തന്നെ ഗീതു വേഗം ഉറങ്ങുന്ന മാതിരി കണ്ണടച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് കയറി വന്നപ്പോൾ തന്നെ ഗീതു ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണല്ലോ. അപ്പോൾ ഗീതു ഉറങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ ഗീതു ഉറങ്ങുന്നതായിട്ടാണ് ഗോവിന്ദിന് ഫീൽ ചെയ്യുന്നത്. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എത്ര വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്? എന്നിട്ട് ഗീതുവിനോട് സംസാരിക്കുമ്പോൾ പറയാണ്, വാശി പിടിച്ച് കിടന്നവർക്കൊക്കെ നല്ലൊരു മുഹൂർത്തം മിസ്സായി. എന്നിട്ട് ഒന്നുകൂടെ ഗീതുവിനെ നോക്കിയിട്ട് ചോദിക്കും, ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങിയോ? ഉറങ്ങിക്കോ, നന്നായിട്ട് ഉറങ്ങിക്കോ. എന്നിട്ട് വാഷ്റൂമിന് നേരെ നടക്കുന്നത് നീങ്ങുകയാണ്. അപ്പം ഗീതു അതുപോലെ തന്നെ ഉറങ്ങുന്ന പോലെ തന്നെ കിടക്കുകയാണ്. പെട്ടെന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഗീതു പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ കണ്ണാടിയുടെ ഗ്ലാസ്സുകളൊക്കെ നിലത്തുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് അത് ഗോവിന്ദിൻ്റെ കാലിൽ തറക്കുകയാണ്. കാരണം ഒന്നാമത് അവിടെ ലൈറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗോവിന്ദ് വേദന കൊണ്ട് പെട്ടെന്ന് എന്നാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഗീതു കണ്ണ് തുറക്കുന്നുണ്ട്, പക്ഷെ തിരിഞ്ഞ് നോക്കുന്നൊന്നുമില്ല. അപ്പം ഗോവിന്ദ് എങ്ങനെയോ വയ്യാതെ കാല് വെച്ചിട്ട് പിന്നെയും തിരിഞ്ഞ് നടന്ന് വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ട്, ഈ മിറർ എങ്ങനെയാണ് പൊട്ടിയത്? എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഗീതുവിനെ നോക്കിക്കൊണ്ട് പറയും, കാണാൻ കൊള്ളാത്തവർ കണ്ണാടി ഉടച്ചതുപോലുണ്ട്. അപ്പോൾ ഗീതു കണ്ണ് തുറന്ന് കിടന്നിട്ട് ദേഷ്യത്തോടെ പിറുപിറുക്കുകയാണ്. പുതിയത് കിട്ടുമ്പോൾ ചിലത് കാണാൻ കൊള്ളില്ലാന്ന് തോന്നും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ സ്വയം പറയാണ്, ഇതൊക്കെ ഇനി ആര് വന്ന് ക്ലീൻ ചെയ്യും? അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞില്ലേ, ആ ചിതറിക്കിടക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളാണ്, നിങ്ങൾ തന്നെ വാരി കളഞ്ഞേക്ക്, വേണമെങ്കിൽ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യ്, ഇനി ഒന്നിനും എന്നെ വിളിക്കേണ്ട. അപ്പോൾ ഗോവിന്ദ് കാല് നോക്കുന്ന സമയത്ത് ചില്ല് അകത്തേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദ് ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ചില്ല് കൊണ്ട് ആകെ മുറിഞ്ഞല്ലോ, ഈ റൂം ആകെ ചോരയായി. അപ്പോഴേക്ക് ഗീതുവിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ആ ഭാര്യയും ആ സ്നേഹമൊക്കെ പുറത്തേക്ക് വരികയാണ്. അയ്യോ എന്നുള്ളൊരു ആത്മകഥ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ ഇതിനി എപ്പെല്ലാം കൂടെ എന്നും പറഞ്ഞുകൊണ്ട് മെല്ലെ വേച്ച് പുറത്തേക്ക് നടന്നിട്ട് പോവുകയാണ്. അപ്പം ഗീതു ഇങ്ങനെ ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഗോവിന്ദ് അറിയുന്നില്ല ഗീതു എഴുന്നേറ്റ കാര്യം. ഗോവിന്ദ് പുറത്തേക്ക് എത്തിയപ്പം ഗീതു ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ സ്വയം ടെൻഷൻ അടിക്കുകയാണ്. ഈശ്വര, ഒരുപാട് മുറിഞ്ഞു കാണുമോ? എൻ്റെ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണേട്ടനെ വേദനിപ്പിച്ചല്ലോ. ഗോവിന്ദ് നേരെ ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് വഴി താഴേക്കാണ് പോകുന്നത്. പിന്നാലെ ഗീതു വന്ന് നോക്കുമ്പോഴേക്കും ഗീതു കാണുന്നത് രാധികയും വരുണും അതുപോലെ തന്നെ ഗോവിന്ദിൻ്റെ ആ പോക്ക് നോക്കിയിട്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഗീതു അവർ കാണാതിരിക്കാൻ വേണ്ടി ഹൈഡാവുകയാണ്. ഗീതു അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാധിക വരുണിനോട് ചോദിക്കുന്നുണ്ട്, കണ്ണൻ ഈ രാത്രിയിൽ എങ്ങോട്ടേക്കാണ് പോയത്? അപ്പോൾ വരുണ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ബർത്ത്ഡേ ആഘോഷമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാർക്കൊപ്പം ആഘോഷിക്കാൻ പോയതായിരിക്കും. അപ്പോൾ ഗീതു ഇങ്ങനെ സങ്കടത്തോടു കൂടി അത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വരുൺ അനാവശ്യ കാര്യങ്ങൾ പറയരുത്. അപ്പോൾ വരുൺ തിരിച്ചു പറയാണ്, പിന്നെ എന്തിനാ റൂമിൽ പോയി ഗീതുവിനെ ഉറക്കി കിടത്തിയിട്ട് ഇവിടുന്ന് ഒരു കള്ളനെ പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? അപ്പോൾ രാധിക പറയാണ്, അവന് മറ്റെന്തെങ്കിലും ആവശ്യം കാണും. ആ ആവശ്യത്തിൻ്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞേ, ആ പോക്ക് കണ്ടാൽ അറിയാം അവളെ കാണാൻ പോയതാണെന്ന്. ഗീതു ഇങ്ങനെ മനസ്സ് പൊട്ടി നിന്ന് കേൾക്കുകയാണ് വരുണ് പറയുന്നത്. അപ്പോൾ രാധികനോട് വരുണ് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വാ, എന്നാൽ അറിയാം അവളെ കാണാൻ പോയതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ വരുണിന് പിന്നാലെ തന്നെ രാധികയും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, കണ്ണേട്ടൻ ഇനി അവളുടെ അടുത്തേക്കാണ് പോയതെന്ന് നോക്കിയാലോ.
കുറച്ചു നേരം ആലോചിച്ച് നിന്ന ശേഷം ഗീതു തന്നെ വിചാരിക്കുകയാണ്, അത് വേണ്ട, ഞാൻ അത്രയും തരംതാണ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. അതിനുശേഷം ബാൽക്കണിയിൽ വന്നു നിന്നിട്ട് ഗീതു ഇങ്ങനെ സ്വയം വിചാരിക്കുകയാണ്, ബാൻഡേജ് ചെയ്യാതെ മുറിഞ്ഞ കാലുമായിട്ട് കണ്ണേട്ടൻ ഇത് എങ്ങോട്ടേ ഇറങ്ങി പോയിരിക്കുന്നത്. പെട്ടെന്നാണ് ഗീതുവിൻ്റെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത്. തൊട്ട് താഴെ ഗോവിന്ദിൻ്റെ കാലിൽ നിന്നും രഞ്ജു ആ കുപ്പിച്ചില് എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല അതെടുക്കുമ്പം ഗോവിന്ദ് ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ്, റൂമിൽ എങ്ങനെയാണ് കുപ്പിച്ചെല്ല് പൊട്ടിയതിൻ്റെ കഷ്ണം വീണത്? അതവിടെ ഉണ്ടായിരുന്നൊരു മിറർ പൊട്ടിയതാണ് ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു തിരിച്ചു ചോദിക്കുന്നുണ്ട്, പൊട്ടിയതാണോ അതോ പൊട്ടിച്ചതാണോ? ഏതായാലും ശരിക്കും തുളഞ്ഞു കയറിയിട്ടുണ്ട്. ഗീതു മുകളിൽ വെച്ചിട്ട് ആ കാഴ്ച കാണുകയാണ്. പക്ഷേ ഗീതുവിന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊക്കെ ഗീതു ചെയ്യേണ്ട കാര്യങ്ങളാണ് രഞ്ജു ചെയ്യുന്നത് എന്നുള്ളത് അവൾക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ദേഷ്യം കൊണ്ട് ഞാൻ ഉടച്ച കണ്ണാടിയാണല്ലോ എനിക്കിപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നത്. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെയായി. അങ്ങനെ ഗോവിന്ദിനെ വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിലും ആ ചില്ലിൻ്റെ കഷ്ണം രഞ്ജു എടുത്തിട്ട് ഗോവിന്ദിന് കാണിച്ചു കൊടുക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട്, അത്രേ ഉണ്ടായിരുന്നില്ലെങ്കിലും അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. എന്നിട്ട് രഞ്ജു ഗോവിന്ദിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ നോക്കി ഗീതു നിൽക്കുകയാണ്. അതേസമയം തന്നെ ഗോവിന്ദ് എങ്ങോട്ടാണ് പോയെന്നറിയാതെ ഗോവിന്ദിന് പിന്നാലെ ഇറങ്ങിയതാണല്ലോ വരുണും രാധികാമയും. അങ്ങനെ ഫൈനലി രാധികാമയും കണ്ടുപിടിക്കുകയാണ്. ഗോവിന്ദും രഞ്ജുവും കൂടെ ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുന്നത്. ഗോവിന്ദ് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില്ലിൻ്റെ കഷ്ണം എടുക്കുന്നതൊന്നും രാധികാമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാധിക നോക്കുന്ന സമയത്ത് ഗോവിന്ദിനുള്ള ചെരുപ്പെടുത്ത് കൊടുക്കുകയാണ് രഞ്ജു. അപ്പം രാധിക വരുണിനോട് പറയുന്നുണ്ട്, സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ വരുണ് പറയാണ്, പ്രേമസല്ലാപല്ലേ, അപ്പോൾ ശബ്ദമൊന്നും അധികം പുറത്തേക്ക് വരില്ല, അടക്കി പിടിച്ച സംസാരമായിരിക്കും. അപ്പോൾ രാധിക വരുണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദിനെ നോക്കുന്ന സമയത്ത് രഞ്ജു ഗോവിന്ദിനെ കൈപിടിച്ചിട്ട് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, രാത്രി കണ്ണേട്ടൻ എന്തിനാ അവളുടെ അടുത്തേക്ക് പോയത്? അവർക്ക് ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ എന്താ, പറയുന്നത് എന്താണെന്ന് അറിയായിരുന്നു. അപ്പോൾ രഞ്ജു പറയുന്നത്, മിറർ പൊട്ടി റൂമിൽ മൊത്തം ആയെങ്കിൽ ഇനിയും കാല് മുറിയും. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഉറങ്ങി, ഇനി രാവിലെ കാഞ്ചനയെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാം. അപ്പം രഞ്ജു പറയാണ്, അത് ക്ലീൻ ചെയ്യാൻ എന്തിനാ കാഞ്ചന, ഇപ്പം തന്നെ അത് മാറ്റാം. ഗോവിന്ദേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞ് തടയുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഗീതവും അതുപോലെ തന്നെ രാധികയും താഴെ നിന്ന് നോക്കി കാണുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ. പക്ഷെ എന്താ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഗോവിന്ദേട്ടൻ വാ, അതിപ്പോഴേ ക്ലീൻ ചെയ്യാം, അല്ലാതെ അത് ഓർക്കാതെ രാവിലെ ചവിട്ടിയാൽ വീണ്ടും കാല് മുറിയും. അങ്ങനെ ഗോവിന്ദിനെ ചേർത്ത് പിടിച്ചിട്ട് രഞ്ജു മുകളിലേക്ക് കൊണ്ടാണ്. അപ്പോൾ തന്നെ ഗീതു അയ്യോ എന്നൊക്കെ ആയിപ്പോവും. കാരണം പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ വീണ്ടും അവൾ ചേർത്ത് പിടിക്കുന്നതൊക്കെ കണ്ട സമയത്ത്. അപ്പോൾ രാധികയും വരുണിനോട് പറയുന്നുണ്ട്, വാ അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്, റൂമിലേക്കായിരിക്കുമോ വരുൺ ചോദിക്കുന്നുണ്ട്. വാ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാമെന്ന് രാധിക പറയുകയാണ്. പക്ഷേ ഗോവിന്ദിന് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രഞ്ജു പിടിക്കുന്നതെന്നുള്ളത് രാധികയ്ക്കും വരുണിനും അറിയില്ല. അവർ രണ്ടുപേരും വേഗം മുറിയിലേക്ക് ഓടി വരികയാണ്. അപ്പം ഗീതുവും താഴെ എന്താ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗീതു കാണുന്നുണ്ട് അവർ രണ്ടുപേരും വെപ്രാളത്തോടു കൂടി ഓടി വരുന്നത്. മാത്രമല്ല വരുൺ അമ്മയോട് പറയുകയാണ്, അമ്മ അവർ നമ്മളെ കണ്ടാൽ നമ്മൾ വാച്ച് ചെയ്യാൻ ഇറങ്ങിയതാണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ രാധിക വരുണിനോട് പറയാണ്, എന്നാലും അവർ തമ്മിൽ ഇത്രയും അടുപ്പം എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, അതൊക്കെ അങ്ങോട്ട് മാറി നിന്ന് ചിന്തിക്കാം, വാ അമ്മേ എന്നും പറഞ്ഞിട്ട് വരുണ് രാധികേനെയും കൂട്ടി മുറിയിൽ കയറി വാതിലടക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി, ഈ തള്ളക്കും മോനും വേറെ പണിയൊന്നുമില്ലേ, ഡാക്കിനി ലുട്ടാപ്പിയും കൊണ്ട് പറയുന്ന പോലെ എവിടെയും കാണുമല്ലോ, അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് വരുൺ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഗീതു ആണെങ്കിൽ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗോവിന്ദും രഞ്ജുവും കൂടെ മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, താഴെ ഇരുന്ന് സല്ലാപിച്ച് മടുത്തപ്പോൾ മുകളിൽ ബാൽക്കണി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ രഞ്ജു ആണെങ്കിൽ ഗോവിന്ദനിങ്ങനെ എന്താ പറയുക പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ തനിയെ നടന്നോളാം. അപ്പോൾ ഗീതു അവരുടെ ആ നടത്തം തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഗീതുവിന് മനസ്സിലായത് അവരിങ്ങോട്ടേക്കാണ് വരുന്നത്, മുറിയിലേക്കെന്ന്. ഈശ്വര, അവരിങ്ങോട്ടേക്കാണല്ലോ വരുന്നത്, അവളെ ഇനി ഇവിടെ കിടത്താനാണോ നടന്നത് തന്നെ എന്നും പറഞ്ഞ് വേഗം ഗീതു അകത്തേക്ക് പോയിട്ട് പുതച്ചിട്ട് ബെഡിൽ കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ രാധികയും വരുണും കാണുന്നുണ്ട് ഗോവിന്ദ് മുറിയിലേക്കാണ് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. അപ്പം അവരാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് ഇതൊന്നും അറിയാതെയാണ് മുറിയിലേക്ക് പോകുന്നത്. അപ്പം വരുൺ അമ്മയോട് പറയുന്നുണ്ട്, ഈ ഗോവിന്ദേട്ടൻ്റെ സ്വഭാവം ഇത്രയ്ക്കും വൃത്തികെട്ടതായിരുന്നോ, ഭാര്യയുടെയും കാമുകിയുടെയും കൂടെ ഒരു മുറിയിൽ. അപ്പോൾ രാധിക ഇങ്ങനെ വരുണിനെ നോക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അമ്മ ഇടപെടണം. അവർ മുറിയിലേക്ക് വന്ന സമയത്ത് ഗീതു കണ്ണടച്ച് കിടന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഗീതുവിനെ മൈൻഡാക്കാണ്ടാണ് അവിടത്തേക്ക് പോകുന്നത്. അപ്പം രഞ്ജു പറയുന്നത് ഗീതുവിന് കേൾക്കാം, ഗോവിന്ദേട്ടൻ മാറി നിൽക്ക്, ഇനിയും ചില്ലുകൊണ്ട് കാലിൽ മുറിവാക്കണ്ട, ഇത് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഗീതു മനസ്സിലിങ്ങനെ പിറുവിറുക്കുകയാണ്, അവളുടെ ഒരു പുണ്യപ്രവൃത്തി. അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാനും കൂടി ക്ലീൻ ചെയ്യാം രഞ്ജു, ഒരു പൊടി പോലും ഇല്ലാതെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണം രഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുക, രണ്ടും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യും, ഇത് നിങ്ങൾ കാരണം ഉടച്ചു കളഞ്ഞ എൻ്റെ മനസ്സാക്ഷിയുടെ പ്രതിരൂപ, ശരിക്കും തുടച്ചെടുക്ക്.
അപ്പോഴേക്കും രഞ്ജു പെട്ടെന്ന് പറയുന്നുണ്ട് ഗോവിന്ദിൻ്റെ കൈ നോക്കിയിട്ട്, ഗോവിന്ദേട്ടാ ദേ വിരൽ മുറിഞ്ഞു. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുക, അവളുടെ വിരൽ മുറിഞ്ഞോ, നന്നായി. അപ്പോൾ ഗോവിന്ദ് നോക്കുന്ന സമയത്ത് ഗോവിന്ദിൻ്റെ വിരലാണ് മുറിയിട്ടുള്ളത്. പക്ഷേ ഗീതു തെറ്റിദ്ധരിക്കുകയാണ് രഞ്ജുവിൻ്റെ വിരലാണെന്ന് കരുതിയിട്ട്. അപ്പോൾ ഗോവിന്ദ് നോക്കിയിട്ട് പറയുന്നുണ്ട്, സാരില്ല, അത് പോട്ടെ, കുഴപ്പമില്ല. അയ്യോ ശരിക്കും രക്തം പോകുന്നുണ്ട് രഞ്ജു പറയാ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, വിരലിലൊന്നും നുണഞ്ഞാൽ അതൊക്കെ അങ്ങ് പോവും, നീ നോക്കിക്കോ, ഇത് ഉടനെ പോവും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വായിലിട്ട് വിരലിങ്ങനെ നുണയാണ്. അപ്പോൾ ഗീതു വിചാരിക്കുന്ന രഞ്ജുവിൻ്റെ വിരലാണ് ഗോവിന്ദ് വായിലിട്ടിട്ടില്ലെന്നാ. അപ്പോൾ രഞ്ജുവും പറയുന്നുണ്ട്, അയ്യേ ഇതെന്തീ കാണിക്കുന്നേ. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കണ്ണേട്ടൻ ഇത്രയും ചീപ്പായിരുന്നോ, അവളുടെ വിരൽ കണ്ണേട്ടൻ. രഞ്ജു ആണെങ്കിൽ ഗോവിന്ദ് വിരലിങ്ങനെ നുണയുന്നേ നോക്കിയിട്ട് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് ചങ്കുപൊട്ടി ചാവുമല്ലോ എൻ്റെ കൃഷ്ണ. മാത്രമല്ല ഗീതു വിചാരിക്കുക, ഈ വൃത്തികെട്ട മനുഷ്യനെ ഇനി ഞാൻ കണ്ണേട്ടാന്ന് വിളിക്കില്ല. അപ്പോഴും വിരൽ നുണഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദ് പറയുന്നത്, അത് അവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, മതി, ഇനിയിപ്പോൾ ആ ഉള്ള ചോര ഈ മുറിവിൽ കൂടെ വലിച്ചെടുക്കുമോ. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് വീണ്ടും നുണയാണ്. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ. എന്നിട്ട് കണ്ണുമുഖമൊക്കെ തുടച്ചിട്ട് പറയും, എനിക്കൊരു സങ്കടവും ഇല്ല. എന്നിട്ട് വീണ്ടും പൊട്ടി പൊട്ടി കരയാണ്, ആരും കേൾക്കാതെ. അങ്ങനെ മുറിയിലുണ്ടായിരുന്ന ആ ചില്ലിൻ്റെ വേസ്റ്റൊക്കെ രഞ്ജു അടിച്ചു കളയുകയാണ്. അതിനുശേഷം ഗോവിന്ദോട് പറയാണ്, എനിക്ക് ഗോവിന്ദേട്ടൻ കിടന്നോ, നമുക്ക് നാളെ കാണാം, ഗുഡ് നൈറ്റ്. അപ്പം ഗോവിന്ദും പറയുന്നുണ്ട്, ഗുഡ് നൈറ്റ്. അപ്പോഴൊക്കെ ഗീതു ഇങ്ങനെ മുഖവും വായൊക്കെ കൈവച്ച് മറച്ചു പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരയാണ്, ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ. രഞ്ജു പോയതിന് ശേഷം ഗോവിന്ദ് വന്നിട്ട് അവിടെ ബെഡിലിരിക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ കരയുന്നതിന് ശേഷം കുറേ കരഞ്ഞതിന് ശേഷം പെട്ടെന്ന് പുതപ്പ് തലവഴി വലിച്ച് മൂടുകയാണ്. അപ്പം ഗോവിന്ദ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. രാധികയാണെങ്കിൽ രഞ്ജു മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, സമയം നോക്കിക്കൊണ്ട്. കുറച്ചു നേരത്തിന് ശേഷം രഞ്ജു ഇറങ്ങിയിട്ട് താഴേക്ക് പോകുന്നത് രാധിക കാണുകയാണ്. രഞ്ജു പോയതിന് ശേഷം രാധിക ഇങ്ങനെ സ്വയം മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കും പോലെ പറയാണ്, ഭയപ്പെട്ടതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. അപ്പോൾ വരുണ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കരുതി 2 പെണ്ണുങ്ങളോടൊപ്പം ആവും ഇന്ന് ഗോവിന്ദേട്ടൻ്റെ ഉറക്കെന്ന്. അപ്പോൾ രാധിക ദേഷ്യത്തോട് പറയുന്നുണ്ട്, നീ കണ്ണനെക്കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കണ്ട, വഴി തെറ്റാൻ അധിക നേരമൊന്നും വേണ്ടല്ലോ അമ്മേ. അപ്പം രാധിക തിരിഞ്ഞിട്ട് പറയും, അതിന് അവൻ്റെ പേര് വരുണെന്നല്ല. അപ്പോൾ വരുണ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ ഗോവിന്ദേട്ടൻ മകളുടെ പ്രായമുള്ള ഒരുവളെ കണ്ടപ്പോൾ വീണുപോയില്ലേ. അത് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നവൾ രണ്ടും കൽപ്പിച്ച. ഇപ്പോൾ ഗീതുവിനേക്കാളും പേടിക്കേണ്ട ഇനം ഇവളാ, രഞ്ജു. അപ്പോൾ ആലോചനയോടുകൂടി തന്നെ രാധികയും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇത് ഗോവിന്ദിനെ എന്തോ ട്രാപ്പ് പെടുത്താനുള്ള വരവാ. ഗീതുവിനെ കൂടെ നിർത്തി രഞ്ജുവിനെ ഇല്ലാതാക്കുന്നതാ നമുക്ക് നല്ലത്. അപ്പോൾ വരുണും ചോദിക്കുകയാണ്, എങ്കിൽ രഞ്ജുവിന് വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കട്ടെ. അപ്പോൾ രാധിക തലയാട്ടുകയാണ്, വേണ്ടി വരും. ഗീതു കുളി കഴിഞ്ഞ് വന്ന സമയത്ത് ആ പൊട്ടിയ കണ്ണാടിക്ക് മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് സങ്കടത്തോടു കൂടി ആലോചിക്കുകയാണ് ഇന്നലെ രാത്രിത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ, ദേഷ്യത്തോടെ വന്ന് കണ്ണാടി ഉടച്ചതൊക്കെ. അപ്പോൾ മിററിൻ്റെ ഉള്ളിൽ നിന്ന് പ്രതിബിംബം ചിരിച്ചതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. പിന്നെ ഗീതു വിചാരിക്കുന്നുണ്ട്, എനിക്ക് ആ സമയത്ത് ഭ്രാന്തായിരുന്നോ. അപ്പോഴേക്കും പുറത്തു നിന്ന് ഗോവിന്ദ് അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഗീതുവിനോടായിട്ട് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഞാൻ ഇന്നലെ അകത്ത് കയറി വന്ന സമയത്ത് ആ മിറർ ഉടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ഞാനാ ആ ചിതറി കിടന്ന ചില്ലെല്ലാം മാറ്റിയത്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, പൊട്ടിപ്പോയ എന്നെ എടുത്ത് കളയാൻ അവളും ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം അവിടത്തേക്ക് വന്നിട്ട് ഗോവിന്ദും പറയാണ്, ഇതങ്ങനെ പൊട്ടാനുള്ളൊരു ചാൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഗീതു ചൂടായിട്ടാണുള്ളത്. അത് ശരി, കള്ള് കുടിച്ച് ലെക്ക് കെട്ട് വന്ന് മുഖം കൊള്ളില്ല എന്നും പറഞ്ഞ് കണ്ണാടി ഉടച്ചത് നിങ്ങളല്ലേ. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് പറയും, ഞാനോ, ഞാനിന്നലെ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ഗീതു ദേഷ്യത്തോട്ട് പറയും, അടിച്ച് പൂസായി 4 കാലിൽ നിൽക്കുന്ന കുടിയന്മാരും പറയുന്നതേ ഇത് തന്നെയാ, ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല എന്ന്. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയല്ലേ. അപ്പോൾ ഗീതു പറയും, നിങ്ങളല്ലാതെ മറ്റാരും ഈ ക്രൂരത കാണിക്കില്ല. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഗോവിന്ദ് ചോദിക്കും, കണ്ണാടി പൊട്ടിച്ചത് ഇത്ര വലിയ ക്രൂരതയാവുന്നത് എങ്ങനെയാടി. അപ്പോൾ ഗീതു തിരിഞ്ഞു നിന്ന് കണ്ണാടി നോക്കിക്കൊണ്ട് പറയും, ഇതെനിക്ക് വെറും ഒരു കണ്ണാടി അല്ലായിരുന്നു, ഞാൻ തന്നെയായിരുന്നു. ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ ഒരു കൂട്ട്, വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന എൻ്റെ ഒരാൾ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇവക്ക് വട്ടാണോ എന്നൊരർത്ഥത്തിൽ നോക്കുകയാണ്. അതെല്ലാം ഇല്ലാതാക്കാൻ നിങ്ങളിത് മനഃപൂർവ്വം പൊട്ടിച്ചതാ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി ഭ്രാന്താണോ. ഉണ്ട്, ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, അവളുടെ അടുത്ത് നീ നിൻ്റെ ഈ വെളിവേട് കാണിക്കരുത്. ഏറ്റവും മാന്യമായിട്ട് വേണം നിങ്ങൾ രഞ്ജുവിനോട് പെരുമാറാൻ. അപ്പോൾ ഗീതു ദേഷ്യത്തോട് പറയും, ഓഹോ, ഈ വീട്ടിലും ഓഫീസിലും വന്ന് നിങ്ങളുമായിട്ട് ചീത്ത വിളിച്ചവൾ ഇപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഇത്ര നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുകാരായത്. അപ്പം ഗോവിന്ദ് മൈൻഡാക്കാതെ പോകുമ്പോൾ ഗീതു കൈപിടിച്ച് വലിച്ചിട്ട് പറയും, പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വന്നു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ മുറിയെടുത്ത് കൊടുക്കേണ്ടതിന് പകരം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മാത്രം അവർ നിങ്ങളുടെ ആരാ. അപ്പോൾ ഗോവിന്ദ് സമാധാനത്തോടു കൂടി തന്നെ പറയാണ്, ഗീതു, ഞങ്ങൾ ഒരുപാട് കാലം മുന്നേ ഏറ്റവും നല്ല അടുത്ത കൂട്ടുകാരായിരുന്നു. ഇടക്കാലത്ത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നുപോയി. ഇപ്പം അതെല്ലാം മാറി. അവളെ ഒരു അന്യയെ പോലെ മറ്റൊരിടത്തേക്ക് ആക്കാൻ എനിക്ക് പറ്റില്ല. ഗീതു ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് അടുപ്പുണ്ടായിരുന്നപ്പോഴാണോ
അറക്കലെ ആമാടെ പെട്ടിയെടുത്ത് അവൾക്ക് കൊടുത്തത്. അപ്പോൾ ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് ഷോക്കാവുകയാണ്. അത് കഴിഞ്ഞ് വഴക്കിട്ട് പിരിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിന് എന്നെ ഏൽപ്പിച്ചതാവും അല്ലേ? അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ തിരിഞ്ഞിട്ട് പറയും, അതേക്കുറിച്ചൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോൾ ഗീതുവും ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, വിശദീകരിക്കണം, ഞാൻ നിങ്ങളുടെ ഭാര്യയാ. എൻ്റെ ഭർത്താവേ മറ്റൊരു പെണ്ണിനെയും കൂടി കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അതാരാണെന്ന് എനിക്കറിയണം. അപ്പോൾ ഗോവിന്ദ് കുറച്ചു നേരം നോക്കിയതിന് ശേഷം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് പറയും, അതിന് നീ എൻ്റെ റിയൽ വൈഫ് അല്ലല്ലോ, വെറും വാക്കാലെയുള്ള ഒരു കോൺട്രാക്ട് മാത്രമല്ലേ നമ്മൾ തമ്മിലുള്ളൂ. അപ്പോഴേക്കും ഗീതുവിൻ്റെ എല്ലാ ഗ്യാസും പോവുകയാണ്. അപ്പം വിജയിച്ച ഭാഗത്ത് തന്നെ ഗോവിന്ദ് പറയും, ഇതിൽ കൂടുതൽ സംസാരിച്ച് രാവിലെ തന്നെ നീയുമായിട്ട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പോയി ഒരു നല്ല ചായ കുടിച്ചിട്ട് ഉഷാറായിട്ട് വരാം. ഗോവിന്ദ് മുറിയിൽ നിന്ന് പോകുമ്പോൾ ഗീതു ചിന്തിക്കും, ഓ അവളുടെ കൈകൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പോക്കായിരിക്കും. ശേഷം താലി പിടിച്ചുകൊണ്ട് പറയും, ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കണ്ണേട്ടൻ്റെ മുകളിൽ ആരും അവകാശം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഫൈറ്റ് എങ്കിൽ ഫൈറ്റ് എന്നും പറഞ്ഞ് ഗീതു ഒരു അംഗത്തിനുള്ള ഒരുക്കത്തിന് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായാലും ഗീതുവും രഞ്ജുവും തമ്മിലുള്ള പോര് തന്നെ ആയിരിക്കും ഉണ്ടാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.